എപ്പോഴാണ് ഈ സർപ്രൈസ് പൊട്ടിയത്? ആയിട്ടില്ല. AICC 10 മണിക്കാണ് പിന്നെ AICC സ്ക്രീനിങ് കമ്മിറ്റിയുടെ അന്തിമ തീരുമാനം വരാൻ വേണ്ടി പോകുന്നത്. 10 മണിക്ക് ശേഷം സ്വാഭാവികമായും പ്രഖ്യാപിക്കും. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എല്ലാ വശങ്ങളും AICC പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ ഞാനുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് 11 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അന്തിമമായ തീരുമാനം മതി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത്. അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടത് വലുതാണോ? അല്ല, ഞാൻ സ്വാഭാവികമായും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണ്ടേ. സന്ദർഭമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. സന്ദർഭത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക, ടൈമിലി ആക്ട് ചെയ്യുക. പിന്നെ എതിരാളികളെ അടിക്കാൻ വേണ്ടി കിട്ടുന്ന വടി ഏതാണെന്ന് നോക്കിയാൽ നല്ല വടി കൊണ്ട് അടിക്കുക, മോതിര കൈ കൊണ്ട് അടിക്കുക. പിന്നെ BJP എന്താ ധരിച്ചത്? BJP കുതിരക്കച്ചവടം നടത്തി പത്മജ വേണുഗോപാൽ എന്ന K കരുണാകരൻ്റെ മകളെ പർച്ചേസ് ചെയ്ത് അതിന് EDA ഇൻകം ടാക്സിനെയൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് തൃശ്ശൂരിൽ BJPയുടെ പിന്നെ സംഘപരിവാർ ഫാസിസം കൊണ്ടുവരാമെന്നാണ് ധരിച്ചത്. ആദ്യം ഞങ്ങൾ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും. അത് നിലപാടിൻ്റെ വിഷയമാണ്. ആ നിലപാടിൽ ഒന്നാം സ്ഥാനത്ത് കാരണം എൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശത്രു BJP RSSആണ്. എൻ്റെ ഈ മുഖത്ത് കാണുന്ന അടയാളം ഞാൻ തലക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ BJPക്കാർ പുറത്ത് നിന്ന് വന്ന് കൊണ്ട് ഇടിച്ചതാണ്. അതുകൊണ്ട് BJPയോടും RSS സംഘപരിവാർ ശക്തികളോടും ഒരു കോംപ്രമൈസും ഇല്ല. അവരേത് തുരുപ്പിച്ചിട്ടിട്ടാണോ കളിക്കാൻ വേണ്ടി വരുന്നത് അതിനെ മറു ശക്തി ഉപയോഗിച്ച് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ബുദ്ധിക്കൊരു പ്രത്യേകതയുണ്ട്, സമയത്തിന് പ്രത്യേകതയുണ്ട്, ടൈമിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. K കരുണാകരൻ്റെ പ്രത്യേകത ഭയങ്കരമായ സമയത്തിന് തീരുമാനമെടുക്കുന്ന നേതാവാണ് K കരുണാകരൻ. പ്രായോഗിക ബുദ്ധിയിൽ ഉസ്താദ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും K കരുണാകരനെ. K കരുണാകരൻ്റെ പ്രായോഗിക ബുദ്ധിയാണ് ഞങ്ങൾ തൃശ്ശൂർ ഒരു പക്ഷേ 11 മണിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പോണത്. നൂറുകണക്കിന് ഇടങ്ങളിൽ ചുവരെടുത്ത് പോസ്റ്ററുകളൊക്കെ അടിച്ചു കഴിഞ്ഞു, ബൂത്തുകളിൽ പണമൊക്കെ നൽകി കഴിഞ്ഞു. അതൊരു പ്രതിസന്ധിയാവോ? നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഇന്നലെ രാത്രി വെളുപ്പിന് 3 മണി വരെ ചുവരെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ലൈവായിട്ട് ഞാൻ എൻ്റെ പേജിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് പേര് പോസ്റ്റർ ഒട്ടിച്ചൊക്കെയുണ്ട്. ഇതൊക്കെ പ്രവർത്തകന്മാർ അവരെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചുവരെഴുതി. ഒരു പൈസ പോലും ചുവരെഴുതാൻ കൊടുത്തില്ല. സ്വാഭാവികമാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമല്ല. സമയത്തിനാണല്ലേ പ്രത്യേകത. സമയത്ത് നമ്മൾ തീരുമാനം എടുക്കുക. ഇതെല്ലാം എൻ്റെ കൂടി ഡ്യൂട്ടിയാണ്. ആ പോസ്റ്റർ AICC പുതിയ തീരുമാനമെടുത്ത ആ തീരുമാനമെടുക്കുന്ന സ്ഥാനാർത്ഥി ആ പോസ്റ്ററിലും വരും, ആ ചുമരിലും വരും, പ്രവർത്തകരെ മനസ്സിലും വരും. നമ്മൾക്ക് ശത്രുവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെറും സംഘബലം മാത്രം പോരാ, ബുദ്ധിബലം കൂടി വേണം. രണ്ടും കൂടി ചേരുന്നതാണ് ഞങ്ങൾ 11 മണിക്ക് മുമ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന പുതിയ പ്രഖ്യാപനം. ലീഡറുടെ മകൾ BJPക്കാരിയായി നാട്ടിലെത്തുന്നതിന് മുമ്പേ ലീഡറുടെ മകൻ ഇവിടെ എത്തുമോ? കാത്തിരിക്കുക, ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കുക. അങ്ങനെ ലീഡർ സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ലീഡറുടെ ശത്രുക്കൾ ലീഡർ സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ തൃശ്ശൂർ പിടിക്കാമെന്ന് വെച്ചാൽ അതിന് തിരിച്ചടിക്കാനുള്ള ഏതായാലും 1 മണിക്കൂർ 10 മണി കഴിഞ്ഞാൽ മനസ്സിലാകും കോൺഗ്രസ് അങ്ങനെ വെറുതെ ഇരിക്കുന്ന പാർട്ടിയല്ല എന്ന്. പിന്നെ അച്ഛനോട് ഈ ക്രൂരത മോള് ചെയ്യാൻ പാടില്ല, ഒരു മക്കളും ചെയ്യരുത്. ഞാൻ മാതൃഭൂമി പ്രേക്ഷകരോട് പറയാണ്, നിങ്ങൾ എത്ര ഉന്നതന്മാരായിക്കോട്ടെ, ജീവിതത്തിൽ ഏതൊക്കെ വലിയ സ്ഥലത്തെത്തിക്കോട്ടെ, നിങ്ങൾ മാതാപിതാക്കളോട് ഒരിക്കലും ക്രൂരത കാണിക്കരുത്. മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളോടാണ് ഏറ്റവും കൂടുതൽ നീതി കാണിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന മക്കൾ, അച്ഛനെ ചതിച്ച, അച്ഛനെ വഞ്ചിച്ച, അച്ഛൻ്റെ തണലിൽ പാർട്ടിയുടെ എല്ലാം ഏറ്റി പാർട്ടിയെ വഞ്ചിച്ച, അതും ലീഡർ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് പിന്നെ BJPനെയും അതേപോലെ വർഗീയ ഫാസിസ്റ്റുകളെ. അവരുമായി സന്ധി ചെയ്തവർക്ക് ഞാൻ ഇന്നലെ ലീഡറെ പിന്നെ സ്മൃതി കുടീരത്തിൽ വെച്ച് പറയുകയുണ്ടായി, ദൈവം കൊടുക്കും, സ്വർഗത്തിൽ നിന്ന് ലീഡറും കൊടുക്കും. ഇന്നലെ ഞാൻ രാവിലെ 10:30 മണിക്ക് മുരളി മന്ദിരത്തിൽ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞത് എന്തെന്നാൽ, ദൈവം കൊടുക്കും, ലീഡറും കൊടുക്കും. മണിക്കൂറുകൾ കഴിഞ്ഞാൽ കൊടുക്കും, ദൈവം കൊടുക്കും, ലീഡറും കൊടുക്കും, ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൊടുക്കും, കൂടെ UDFും കൊടുക്കും. കാത്തിരുന്നുള്ളൂ, കൗണ്ട് ഡൗൺ. എന്തായാലും ലീഡറുടെ മകൾ പോയ വഴി ഒരു വൈകാരിക ബാധയാക്കി മാറ്റാനാണ് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ തീരുമാനം. അടിക്കുമ്പോൾ മോതിര കൈകൊണ്ട് അടിക്കണം എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുമെന്നാണ് ശ്രീ TN പ്രതാപൻ പ്രതികരിച്ചത്. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ആദിത്യനോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.